Hi, this is part 3 of the video on the poem A Century Later by Imtiaz Dharkar. Friends, in this video, we are discussing the essays. Here is essay question number 1. Comment on the symbolism of war in the poem A Century Later. ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന യുദ്ധത്തിൻ്റെ പ്രതീകം, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് വിശദമാക്കാമോ? ഇതാണ് ചോദ്യം. Now here is the answer. Paragraph number 1. In A Century Later by Imtiaz Dharkar, the symbolism of war is employed to depict the struggle for education and empowerment faced by young girls. ഇംതിയാസ് ധാർക്കറിൻ്റെ ഈ കവിതയിൽ പെൺകുട്ടികൾ അഭിമുഖീകരിക്കുന്ന വിദ്യാഭ്യാസത്തിനും ശാക്തീകരണത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തെ ചിത്രീകരിക്കാൻ യുദ്ധത്തിൻ്റെ പ്രതീകം ഉപയോഗിക്കുന്നു. The poem portrays the school environment as a battlefield, with the school bell acting as a call to battle. സ്കൂൾ പരിസരത്തെ ഒരു യുദ്ധക്കളമായി ഈ കവിത ചിത്രീകരിക്കുന്നു. സ്കൂളിൽ മുഴങ്ങുന്ന മണി യുദ്ധത്തിനുള്ള കാഹളം പോലെ ആയി മാറുന്നു. Each step to class is likened to stepping into a firing line. ക്ലാസ്സിലേക്കുള്ള ഓരോ ചുവടും ഒരു യുദ്ധമുഖത്തേക്ക് ചുവട് വെക്കുന്നതിനോട് കവി ഉപമിച്ചിരിക്കുന്നു. This is paragraph number 1. Now take a look at paragraph number 2. The use of war symbolism serves to highlight the gravity of the situation and the courage required by these girls to pursue their right to education. യുദ്ധത്തിൻ്റെ പ്രതീകത്തിൻ്റെ ഉപയോഗം സാഹചര്യത്തിൻ്റെ ഗൗരവവും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പിന്തുടരാൻ ഈ പെൺകുട്ടികൾക്ക് ആവശ്യമായ ധൈര്യവും ഉയർത്തിക്കാട്ടുന്നു. By equating the journey to school with warfare, Dharkar emphasizes the harsh realities and adversities faced by these girls. സ്കൂളിലേക്കുള്ള യാത്രയെ യുദ്ധവുമായി തുലനം ചെയ്യുന്നതിലൂടെ ഈ പെൺകുട്ടികൾ നേരിടുന്ന കഠിനമായ യാഥാർത്ഥ്യങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും ധാർക്കർ ഊന്നിപ്പറയുന്നു. The bullet in the head symbolizes the threats and violence these girls encounter. Despite this, they persevere. തലയിലെ വെടിയുണ്ട ഈ പെൺകുട്ടികൾ നേരിടുന്ന ഭീഷണികളെയും അക്രമത്തെയും പ്രതീകമാക്കുന്നു. ഇതൊക്കെയാണെങ്കിലും അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. Well, this is paragraph number 2. Now take a look at paragraph number 3. Furthermore, the poem juxtaposes the violence and oppression faced by the girls with their inner resilience and determination. കൂടാതെ പെൺകുട്ടികൾ നേരിടുന്ന അക്രമത്തെയും അടിച്ചമർത്തലിനെയും അവരുടെ ഉള്ളിലെ പ്രതിരോധ ശേഷിയും നിശ്ചയദാർഢ്യവും കൊണ്ട് കവിത സമന്വയിപ്പിക്കുന്നു. The fine skin at the temple and the cheek still rounded from being 15 symbolize youth and vulnerability. നെറ്റിത്തടത്തിലെ നല്ല നനുത്ത തൊലി, 15-ാം വയസ്സിലെ നല്ല വൃത്താകൃതിയിലുള്ള കവിൾ എന്നീ പ്രയോഗങ്ങൾ ഈ കുട്ടികളുടെ യുവത്വത്തിൻ്റെയും ദുർബലതയുടെയും പ്രതീകമാണ്. Yet the girls refuse to be defeated. Instead, they walk on and assert their right to education in the face of adversity. എന്നിട്ടും ഈ പെൺകുട്ടികൾ തോറ്റുകൊടുക്കാൻ വിസമ്മതിക്കുന്നു. പകരം അവർ നടന്ന് പ്രതികൂല സാഹചര്യങ്ങളിലും വിദ്യാഭ്യാസത്തിനുള്ള അവരുടെ അവകാശം ഉറപ്പിക്കുക തന്നെ ചെയ്യുന്നു. Well, this is paragraph number 3. Now take a look at paragraph number 4. Moreover, the imagery of war also underscores the collective struggle and solidarity among the girls. മാത്രമല്ല, യുദ്ധത്തിൻ്റെ വാങ്മയ ചിത്രങ്ങൾ പെൺകുട്ടികൾക്കിടയിലെ കൂട്ടായ പോരാട്ടത്തിനും ഐക്യദാർഢ്യത്തിനും അടിവരയിടുന്നു. The murmur and swarm of girls standing up to take their places on the front line symbolize unity and strength in numbers. മുൻനിരയിൽ സ്ഥാനം പിടിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന പെൺകുട്ടികളുടെ പിറുവിറുപ്പ്, കൂട്ടം എന്നിവ അവരുടെ എണ്ണത്തിൻ്റെ
ഐക്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായി മാറുന്നു. ടുഗെദർ ദേ ഫോം എ ഫോർമിഡബിൾ ഫോഴ്സ് എഗൻസ്റ്റ് ഒപ്രഷൻ. ഒന്നായി അവർ അടിച്ചമർത്തലിനെതിരെ ഒരു അപാര ശക്തിയായി മാറുന്നു. വെൽ, ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 4. Now take a look at the last paragraph. In conclusion, the symbolism of war in a century later serves to highlight the harsh realities and challenges faced by young girls in their pursuit of education. അവസാനമായി ഒരു നൂറ്റാണ്ടിന് ശേഷം എന്ന കവിതയിലെ യുദ്ധത്തിൻ്റെ സിംബൽ, അതായത് പ്രതീകം, വിദ്യാഭ്യാസം തേടുന്നതിൽ പെൺകുട്ടികൾ നേരിടുന്ന കഠിനമായ യാഥാർത്ഥ്യങ്ങളെയും വെല്ലുവിളികളെയും ഉയർത്തിക്കാട്ടുന്നു. ഇറ്റ് അണ്ടർസ്കോർസ് ദ കറേജ്, റെസിലിയൻസ് ആൻഡ് കളക്റ്റീവ് സ്ട്രെങ്ത് റിക്വയർഡ് ടു ഓവർകം adversity and assert their right to empowerment. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുന്നതിനും ശാക്തീകരണത്തിനുള്ള അവരുടെ അവകാശം ഉറപ്പിക്കുന്നതിനും ആവശ്യമായ ധൈര്യം, പ്രതിരോധം, കൂട്ടായ ശക്തി എന്നീ സംഗതികൾക്ക് ഇത് അടിവരയിടുന്നു. ഫ്രണ്ട്സ്, ദിസ് ഈസ് ദ ഫസ്റ്റ് essay. Now take a look at the second essay question. What is the condition of school-going girls and how can they improve it? സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ്? അവർക്ക് അത് എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും? ഇതാണ് ചോദ്യം. Now take a look at the answer. Here is paragraph number 1. In A Century Later by Imtiaz Dharkar, the condition of school-going girls is shown as tough and full of challenges. ഇംതിയാസ് ധാർക്കറിൻ്റെ ഈ കവിതയിൽ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളുടെ അവസ്ഥ കഠിനവും വെല്ലുവിളികൾ നിറഞ്ഞതുമാണെന്ന് ചിത്രീകരിച്ചിരിക്കുന്നു. The poem talks about how going to school feels like going to battle. Every step to class feels like stepping into a dangerous place. സ്കൂളിൽ പോകുന്നത് എങ്ങനെയാണ് യുദ്ധത്തിന് പോകുന്നത് പോലെ തോന്നുന്നതെന്ന് ഈ കവിത വിശദമാക്കുന്നു. ക്ലാസ്സിലേക്കുള്ള ഓരോ ചുവടും അപകടകരമായ ഒരു സ്ഥലത്തേക്ക് കാലെടുത്ത് വെക്കുന്നതായി അനുഭവപ്പെടുകയും ചെയ്യുന്നു. ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 1. Now look at paragraph number 2. To improve the condition of school-going girls, there are a few things we can do. First, we need to make sure schools are safe places for them. സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യം, സ്കൂളുകൾ അവർക്ക് സുരക്ഷിതമായ ഇടങ്ങളാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ദിസ് മീൻസ് പ്രൊട്ടക്റ്റിംഗ് ദം ഫ്രം വയലൻസ്, ബുള്ളിയിങ് ആൻഡ് എനി അതർ ഡേഞ്ചേഴ്സ്. അക്രമം, ഭീഷണിപ്പെടുത്തൽ, മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ എന്നിവയിൽ നിന്ന് അവരെ സംരക്ഷിക്കുക എന്നാണ് ഇതിന് അർത്ഥം. സ്കൂൾസ് ഷുഡ് ബി പ്ലേസസ് where girls feel safe to learn and grow. പെൺകുട്ടികൾക്ക് പഠിക്കാനും വളരാനും സുരക്ഷിതമെന്ന് തോന്നുന്ന ഇടങ്ങളായിരിക്കണം സ്കൂളുകൾ എന്ന് സാരം. This is paragraph number 2. Now take a look at paragraph number 3. Second, we need to make sure that all girls have access to schools and education. രണ്ടാമതായി, എല്ലാ പെൺകുട്ടികൾക്കും സ്കൂളുകളിലും വിദ്യാഭ്യാസത്തിലും പ്രവേശനം ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. സംടൈംസ് ഗേൾസ് ഡോണ്ട് ഗോ ടു സ്കൂൾ ബിക്കോസ് ഇറ്റ് ഈസ് ടു ഫാർ അവേ, ടു എക്സ്പെൻസീവ്, ഓർ ബിക്കോസ് ദെയർ ഫാമിലീസ് ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദം ടു ലേൺ. ചില സമയങ്ങളിൽ പെൺകുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല. അത് വളരെ ദൂരെയായതിനാലോ വളരെ ചെലവേറിയതിനാലോ അല്ലെങ്കിൽ അവർ പഠിക്കുന്നത് പ്രധാനമാണെന്ന് അവരുടെ കുടുംബങ്ങൾക്ക് തോന്നാത്തതിനാലോ ആണ്. വി നീഡ് ടു ചേഞ്ച് ദാറ്റ്. എവറി ഗേൾ ഡിസേർവ്സ് ദ ചാൻസ് ടു ഗോ ടു സ്കൂൾ ആൻഡ് ഗെറ്റ് ആൻ എഡ്യൂക്കേഷൻ. അത് നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഓരോ പെൺകുട്ടിയും സ്കൂളിൽ പോകാനും വിദ്യാഭ്യാസം നേടാനുമുള്ള അവസരം അർഹിക്കുന്നു. വെൽ, ദിസ് ഈസ് പാരഗ്രാഫ് നമ്പർ 3. Now take a look at paragraph number 4. Third, we need to change how people think about girls and education. മൂന്നാമതായി,
പെൺകുട്ടികളെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും ആളുകൾ ചിന്തിക്കുന്ന രീതി മാറ്റേണ്ടതുണ്ട്. Some people still believe that girls shouldn't go to school or that their education isn't as important as boys. പെൺകുട്ടികൾ സ്കൂളിൽ പോകരുതെന്നും അവരുടെ വിദ്യാഭ്യാസം ആൺകുട്ടികളെപ്പോലെ പ്രധാനമല്ലെന്നും ചിലർ ഇപ്പോഴും വിശ്വസിക്കുന്നു. We need to challenge these ideas and show everyone that girls have the right to learn and go to school just like boys. ഈ ആശയങ്ങളെ വെല്ലുവിളിക്കുകയും ആൺകുട്ടികളെപ്പോലെ പെൺകുട്ടികൾക്കും പഠിക്കാനും സ്കൂളിൽ പോകാനും അവകാശമുണ്ടെന്ന് എല്ലാവരെയും കാണിക്കേണ്ടതുണ്ട്. This is the fourth paragraph. Now friends, take a look at the last paragraph of the essay. By making schools safe, accessible and welcoming to girls, we can help improve their condition and give them the chance to learn, grow and succeed. സ്കൂളുകൾ സുരക്ഷിതവും പെട്ടെന്ന് കയറി ചെല്ലാവുന്നതും പെൺകുട്ടികളെ സ്വാഗതം ചെയ്യുന്നതും ആക്കുന്നതിലൂടെ അവരുടെ അവസ്ഥ മെച്ചപ്പെടുത്താനും പഠിക്കാനും വളരാനും വിജയിക്കാനും അവർക്ക് അവസരം നൽകാനും നമുക്ക് കഴിയും. When girls are educated, they can change their lives and the lives of their families and communities for the better. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തെയും അവരുടെ കുടുംബങ്ങളുടെയും അവരുടെ സമൂഹത്തിൻ്റെയും ജീവിതത്തെ മികച്ചതാക്കാൻ കഴിയും. Well, this is the essay and this is the end of the video. Friends, see you soon with another video. Until then, bye-bye.